വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ മുൻതൂക്കം. അതിപ്പോൾ വാർത്തകളുടെ അടിയിൽ വരുന്ന കമൻസ് ആണെങ്കിലും പൊതുവെ FB പോസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ എവിടെ നോക്കിയാലും സതീശ അനുകൂലമായൊരു തരംഗമുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്ത് സതീശനാണെന്നൊരു തോന്നൽ, ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കും. അത് തന്നെയാവണം ജനാഭിപ്രായം എന്ന് എനിക്ക് ഇല്ല. സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള കോൺഗ്രസ് MLA-മാരോട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും KC ആണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് KC വേണുഗോപാലവർക്കൊക്കെ സീറ്റ് കൊടുത്തത് എന്ന തോന്നൽ അവർക്കുണ്ടാകാം. അതായിരിക്കും അതിൻ്റെ ഒരു കാരണം. യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിഗണിക്കുക മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കാൻ? മീഡിയ അല്ല, സാധാരണഗതിയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി സജ്ജമായി കഴിഞ്ഞാൽ അവിടെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ എന്ന് വെച്ചാൽ AICC നിയോഗിക്കുന്ന പ്രതിനിധികൾ എത്തിയിട്ട് ഒരു സാധാരണഗതിയിൽ ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പം ആ നിയമസഭാ കക്ഷി യോഗം ഐകകണ്ഠ്യേന ഇക്കാര്യം ഹൈക്കമാൻഡിന് വിട്ടുതരുന്നു എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കി ചർച്ചകളൊക്കെ ഒഴിവാക്കാറുണ്ട്. അതല്ല, ഇവിടെ ഒരു തർക്കം വരികയാണെങ്കിൽ ഈ നിരീക്ഷകരായി വരുന്നവരെ MLA-മാരെ ഒറ്റയ്ക്ക് വിളിച്ച അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ ചില മാറ്റങ്ങളൊക്കെ കഴിഞ്ഞ 2021 നിയമസഭാ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്തും ഉണ്ടായി. അത് അധികം പേർക്ക് പുറത്തേക്ക് അറിയില്ല. കാരണം ഇവിടെ വന്ന് ഉമ്മൻചാണ്ടിയൊക്കെ പറഞ്ഞ സമീപനം ആയിരുന്നില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു അത് നിരീക്ഷകൻ ഖാർഗെയോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വ്യത്യാസമുണ്ട്. കാരണം കോൺഗ്രസ്സിൽ വ്യക്തമായ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് നേതാക്കളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും. കാരണം അവരുടെ താല്പര്യങ്ങളാണ് അവിടെ സംരക്ഷിക്കപ്പെടുക. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, സാധാരണ ഇപ്പോൾ ഇവരൊക്കെ പുറത്തെ എല്ലാ നേതാക്കളും പറയുന്നത് കോൺഗ്രസിൻ്റെ അതിൻ്റേതായ നടപടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിയാണ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ നടപടിയുണ്ട്. കോൺഗ്രസിന് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് നടപടിയുണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, കോൺഗ്രസ്സിലെ തുല്യരായ നേതാക്കൾ കൂടിപ്പോയി. അങ്ങനൊരു പ്രശ്നമുണ്ട്. തുല്യരായ നേതാക്കൾ 2, 3, 4 പേരുണ്ട് ഇപ്പം. ഈ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന 3 പേര് കൂടാതെ തന്നെ മുൻ KPCC പ്രസിഡന്റുമാർ വേറെയുണ്ട്. നിയമസഭയിൽ MLA-മാരുണ്ട്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ സാധാരണ പ്രവർത്തകരുടെ മനസ്സുണ്ട്. പ്രവർത്തകരുടെ മനസ്സ് പക്ഷേ ഈ കാര്യത്തിൽ ആരും അറിയാറില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തിരഞ്ഞെടുപ്പിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ തിരഞ്ഞെടുപ്പിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. കാരണം സാധാരണ തിരഞ്ഞെടുപ്പിൽ കാണാത്ത ഒരു പ്രത്യേകത ഇത്തവണ UDF മാത്രമായിരുന്നില്ല തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. UDF-ൻ്റെ ഒപ്പം തന്നെ UDF-നെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ആക്കിയിട്ട് മാറ്റി. ഈ പൊതുവേദിയാക്കി മാറ്റിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനോട് താല്പര്യമുള്ള, UDF-ലെ ഘടകകക്ഷികളോട് താല്പര്യമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശൈലിയോടെ വിരോധമുള്ള ഒരുപാട് പേര് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ കുറേ പ്രവർത്തകരും മണികളും അനുഭാവികളും ജനങ്ങളും ഒക്കെ ചേർന്നു. അങ്ങനെയുള്ള ഒരു വിജയമാണ് ഇത്തവണ ഉണ്ടായത്. അപ്പോൾ ആ ഒരു വിജയത്തെ കൂടി കണക്കാക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്തവണ കോൺഗ്രസിൻ്റെ നിരീക്ഷകരെ നമ്മുടെ കേരളത്തിലേക്ക് എത്തുക എന്നെനിക്ക് തോന്നുന്നു.